ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഓൺ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്കത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് നടക്കുന്ന എക്സാം ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിവ്യൂ ക്ലാസ് മതി, അതായത് വിത്ത് ആൻസറോട് കൂടെ തന്നെ നമ്മൾ വിത്ത് ആൻസർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓരോ എക്സാംസും കഴിയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാതിരി കരുതിയാൽ മതി. അതായത് മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് ആൻസർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് വരും. എന്ന് വെച്ചാൽ അതേ ചോദ്യങ്ങൾ വരുമെന്നല്ല, അത്തരം ചോദ്യങ്ങൾ വരും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരും എക്സാംസിന്. ഇപ്പം നമ്മൾ മുൻ വർഷത്തെ അതേ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഈ വർഷം റിപ്പീറ്റ് ആയി വരും. ഇപ്പം നമ്മൾ മാത്സിലാണെങ്കിൽ ചില വാല്യൂസ് മാത്രം, എമൗണ്ടുകൾ മാത്രം വ്യത്യാസമായിട്ട് വരും. അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻ വർഷ ചോദ്യ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്ക് ആ ചോദ്യങ്ങളോടൊരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും, എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ വിത്ത് ആൻസറോട് കൂടി തന്നെയായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് നോക്കിയിട്ട് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അങ്ങനെ പഠിക്കാതെ സ്വയം ആൻസർ എഴുതിയിട്ട്, അല്ലെങ്കിൽ ആൻസർ അറിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കാണുക, എന്നിട്ട് സ്വയം ആൻസർ എഴുതി നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ആൻസർ വെച്ചിട്ട്, വീഡിയോയിലുള്ള ആൻസറും വെച്ചിട്ട് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ വീഡിയോയിലുള്ള ആൻസർ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യല്ല ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, എന്നിട്ട് സ്വയം ആൻസർ എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കിത് പ്രാക്ടീസ് ആവുള്ളൂ അല്ലേ. അപ്പം അത്തരം ഒരുപാട് ചോദ്യ പേപ്പറുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്ട്സുകളും അതത് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സബ്ജക്റ്റിനും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് പേര് ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. അതും നമ്മൾ അതിൻ്റെ കമൻറ്റ് എല്ലാതും നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. അത്രയേ ഉള്ളൂ. താങ്ക്